നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പുതിയ പ്രഖ്യാപനങ്ങൾ ആഗോള ശ്രദ്ധ നേടുകയാണ്. ഇറാനെതിരെ മുമ്പ് നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയേക്കാൾ ശക്തമായ സൈനിക നടപടി പരിഗണിക്കുന്നതായി ട്രംപ് വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലെ ആക്രമണങ്ങളിൽ അമേരിക്കൻ കപ്പലുകൾക്കോ ചരക്ക് കപ്പലുകൾക്കോ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരമായി അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇന്ത്യ ഉൾപ്പെടെ 60 വ്യാപാര പങ്കാളികൾക്ക് പുതിയ താരിഫ് ഏർപ്പെടുത്തി ട്രംപ് ഭരണകൂടം വ്യാപാര സമ്മർദ്ദവും ശക്തമാക്കിയിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ സുരക്ഷാ സാഹചര്യം വഷളാകുന്നതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും അമേരിക്കൻ പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ഈ തുടർച്ചയായ നീക്കങ്ങൾ പശ്ചിമേഷ്യയിലെയും ആഗോള സമ്പദ് വ്യവസ്ഥയിലെയും അനിശ്ചിതത്വം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനെതിരെ മുമ്പ് നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയേക്കാൾ വലിയ സൈനിക ആക്രമണത്തിന് താൻ ഗൗരവകരമായി ആലോചിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. ഞാൻ ഒരു വൻ ആക്രമണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം വളരെ വലുതും അന്തിമ തീരുമാനത്തിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞുവെന്നും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ പൂർത്തിയാക്കിയതായും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാൻ ചർച്ചകൾക്ക് താൽപ്പര്യം കാണിക്കുന്നുണ്ടെങ്കിലും ഒരു കരാറിലെത്താൻ അവർ തയ്യാറാകുന്നില്ലെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. അവർക്ക് ഇനിയും ആവശ്യത്തിന് വേതനം ലഭിച്ചിട്ടില്ലെന്നാണ് ഇറാന്റെ നിലപാടിനെക്കുറിച്ച് ട്രംപ് പ്രതികരിച്ചത്. ആവശ്യപ്പെട്ടാൽ 2 മിനിറ്റിനുള്ളിൽ ഇസ്രായേൽ ഈ സൈനിക നീക്കത്തിൽ പങ്കുചേരുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനുമായുള്ള ഏറ്റുമുട്ടലുകളിൽ കപ്പലുകൾക്കോ ചരക്കുകൾക്കോ സംഭവിക്കുന്ന എല്ലാ നാശനഷ്ടങ്ങൾക്കും പരിഹാരമായി അമേരിക്കയുടെ പക്കലുള്ള ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം ഈ കാര്യം അറിയിച്ചത്. ഇത് നീതിയുക്തമായ കാര്യമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ഈ നഷ്ടപരിഹാര തുക വളരെ വലുതായിരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും നീതിപൂർവവും ന്യായയുക്തവുമായ നടപടിയാണിതെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമുസിൽ ഇറാനും ചെങ്കടലിൽ ഹൂതി വിമതരും വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിവരുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. ഇറാൻ്റെ $100 ബില്യൺ വരുന്ന ആസ്തികൾ മറ്റു രാജ്യങ്ങൾ മരവിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട ഈ ആസ്തികൾ വിട്ടുകിട്ടണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. ട്രംപിൻ്റെ പ്രഖ്യാപനത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി ഇറാനും രംഗത്തെത്തി. മറ്റൊരു രാജ്യത്തിൻ്റെ ആസ്തികൾ പിടിച്ചെടുക്കുന്നത് പ്രകോപനപരമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. അത്തരം ഫണ്ടുകളിൽ സന്തോഷിക്കുന്നവരും ലാഭം നേടുന്നവരും ഒരു കാര്യം കൂടി ഓർക്കണം. ഒരിക്കൽ സർക്കാരുകൾ കണ്ടുകെട്ടൽ സാധാരണ നിലയിലാക്കിയാൽ ആരുടെയും സ്വത്തുക്കൾ സുരക്ഷിതമായിരിക്കില്ല. തുടർന്നുള്ള കാര്യങ്ങൾ മനോഹരമോ സമാധാനപരമോ ആയിരിക്കില്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഗൾഫിൽ വരും ദിനങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ റദ്ദായേക്കുമെന്ന് പൗരന്മാർക്ക് അമേരിക്ക ജാഗ്രതാ നിർദ്ദേശം നൽകി. സൗദിക്ക് നേരെ ഇറാൻ യുദ്ധം നീങ്ങുന്നതിനിടെ ഇറാനെതിരെ കടുത്ത നീക്കത്തിന് അമേരിക്ക നീങ്ങുന്നതായാണ് സൂചന. യമനിലേക്കും ഇറാനിൽ നിന്നും കൂടുതൽ IRGC കമാൻഡർമാരെ എത്തിച്ചതായി പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. സൗദി കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി ഉപരോധവും തുടരുകയാണ്. ഇറാൻ യുദ്ധവും സൗദിക്ക് നേരെയും തിരിയുകയാണ്. IRGCയുടെ കൂടുതൽ കമാൻഡർമാർ ഹൂതികളെ സഹായിക്കാനായി യമനിൽ എത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഇത് തടയാനാണ് ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിലെ സന വിമാനത്താവളത്തിൽ യമൻ സൈന്യം ആക്രമണം നടത്തിയത്. യമനിലെ ഔദ്യോഗിക ഭരണകൂടത്തിന് സൗദി പിന്തുണയുണ്ടെന്ന് പറഞ്ഞാണ് ഹൂതികൾ സൗദിക്കെതിരെ ഉപരോധം തുടങ്ങിയത്. ഇത് 4ാം ദിനവും തുടരുകയാണ്. നിർബന്ധിത തൊഴിൽ നിരോധനം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് ഇന്ത്യ അടക്കമുള്ള 60 വ്യാപാര പങ്കാളികൾക്ക് പുതിയ താരിഫ് ഏർപ്പെടുത്തി ട്രംപ് ഭരണകൂടം. 10% മുതൽ 12.5% വരെയാണ് തീരുവ. UK, ചൈന, യൂറോപ്യൻ യൂണിയൻ, കാനഡ, ജപ്പാൻ, ഇന്ത്യ എന്നിവയുൾപ്പെടെ പ്രധാന സാമ്പത്തിക പങ്കാളികളെ എല്ലാം ലക്ഷ്യമിട്ടാണ് പുതിയ താരിഫ്. ഈ വർഷം ആദ്യം കൊണ്ടുവന്ന വിദേശ ഉൽപ്പന്നങ്ങൾക്കുള്ള 10% താൽക്കാലിക നികുതിയുടെ കാലപരിധി അവസാനിച്ചതോടെയാണ് പുതിയ താരിഫ് ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുനരുജ്ജീവിച്ച ആഗോള വ്യാപാര യുദ്ധത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസമാണ് ഈ നീക്കം. ഈ വർഷം ആദ്യം US സുപ്രീം കോടതി ട്രംപ് ഏർപ്പെടുത്തിയ പല താരിഫുകളും നിയമവിരുദ്ധമായി നടപ്പാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി റദ്ദാക്കിയിരുന്നു. ഇതോടെയാണ് പുതിയ വഴികളിലൂടെ ട്രംപ്
താരിഫ് നീക്കങ്ങൾ നടത്തുന്നത്. അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന 99.4% ഉൽപ്പന്നങ്ങളെ ബാധിക്കുന്ന വിധത്തിലാണ് ഈ പ്രഖ്യാപനം. ഇന്ത്യയിലെ ഓൺലൈൻ ഫുഡ് ഡെലിവറി വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുന്നു. IPOയ്ക്ക് മുന്നോടിയായി ഇ-കൊമേഴ്സ് ഭീമനായ ഫ്ലിപ്കാർട്ട് ഫുഡ് ഡെലിവറി സേവനം ആരംഭിക്കാനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കിയതായി റിപ്പോർട്ടുകൾ. കമ്പനി അടുത്ത 2 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ സേവനം ആരംഭിക്കുമെന്നാണ് സൂചന. ഫ്ലിപ്കാർട്ട് ഗ്രൂപ്പ് CEO കല്യാൺ കൃഷ്ണമൂർത്തിയുടെ വാക്കുകൾ പ്രകാരം വിപണിയിൽ വൈകി പ്രവേശിക്കുന്ന കമ്പനികൾക്ക് മികച്ച സേവനവും ഉപഭോക്താക്കൾക്ക് ആകർഷകമായ മൂല്യവാഗ്ദാനവും നൽകാൻ കഴിഞ്ഞാൽ നിലവിലെ വിപണി സമവാക്യങ്ങൾ മാറ്റിമറിക്കാനാകും. അതാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. 2024 10 മിനിറ്റ് ഗ്രോസറി ഡെലിവറിയിലൂടെ ക്വിക്ക് കൊമേഴ്സ് രംഗത്തേക്ക് കടന്ന ഫ്ലിപ്കാർട്ട് ഇപ്പോൾ അതേ ലോജിസ്റ്റിക് ശൃംഖലയും വിപുലമായ ഉപഭോക്തൃ അടിത്തറയും ഉപയോഗപ്പെടുത്തി ഫുഡ് ഡെലിവറിയിലും ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. നിലവിൽ ഇന്ത്യയിലെ ഓൺലൈൻ ഫുഡ് ഡെലിവറി മേഖലയിൽ സ്വിഗ്ഗി, സൊമാറ്റോയുമാണ് പ്രധാന ആധിപത്യം പുലർത്തുന്നത്. ഇത്തരമൊരു വിപണിയിലേക്കുള്ള ഫ്ലിപ്കാർട്ടിൻ്റെ പ്രവേശനം മത്സരം കൂടുതൽ ശക്തമാക്കുകയും ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഓഫറുകളും കുറഞ്ഞ ഡെലിവറി ചാർജുകളും ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു. അതേസമയം റെസ്റ്റോറൻറ്റുകൾക്കും ഡെലിവറി പങ്കാളികൾക്കും കൂടുതൽ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ നീക്കത്തിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഓണക്കാല വിപണിയിലേക്ക് കേരളം കടക്കുമ്പോൾ അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാകുന്നു. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ പ്രധാന നെല്ലുൽപാദന സംസ്ഥാനങ്ങളിൽ ഈ സീസണിലെ നെൽകൃഷി അനിശ്ചിതത്വത്തിലായതോടെ കേരളത്തിൽ അരിവില ഉയരുകയാണ്. മഴക്കുറവും ജലസംഭരണികളിലെ ജലനിരപ്പ് കുറഞ്ഞതുമാണ് കൃഷിയെ ബാധിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനങ്ങളിലെ നിരവധി കർഷകർ ഇത്തവണ കൃഷി ഇറക്കാതെ മാറി നിൽക്കുന്നതും വിപണിയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇതോടെ ഓണക്കാലത്ത് അരിവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം വില കൃത്രിമമായി ഉയർത്താനുള്ള നീക്കങ്ങളോ ഊഹക്കച്ചവടമോ നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. അമിത സംഭരണവും ലഭ്യതക്കുറവും വില വീണ്ടും ഉയരാൻ ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിനൊപ്പം കേരളത്തിലെ തേങ്ങ ഉൽപ്പാദനം കുറഞ്ഞതോടെ വെളിച്ചെണ്ണ വിലയിലും ലിറ്ററിന് ഏകദേശം 10 രൂപ വരെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഓണസദ്യയുടെ പ്രധാന ചേരുവകളായ അരിയും വെളിച്ചെണ്ണയും വിലക്കയറ്റത്തിൻ്റെ പടിയിലായിരിക്കുകയാണ്. വിപണിയിലെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം വഴി അരി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ വേഗത്തിലാക്കണമെന്ന ആവശ്യവും ശക്തമാകുകയാണ്. കേരളത്തിൽ പുതിയ വൈദ്യുതി കണക്ഷനുകളുടെ സർവീസ് ചാർജുകളിൽ മാറ്റം വരുത്താൻ ഒരുങ്ങി KSEB. പുതിയ ഉത്തരവ് പ്രകാരം ഗാർഹികം ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളിലെ ഉപഭോക്താക്കൾക്ക് കണക്റ്റഡ് ലോഡിൻ്റെ അടിസ്ഥാനത്തിലാകും ഇനി സർവീസ് കണക്ഷൻ ചാർജ് ഈടാക്കുക. ഇതോടെ കൂടുതൽ ലോഡ് ആവശ്യമായ കെട്ടിടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും കണക്ഷൻ ചെലവ് വർദ്ധിക്കും. പുതിയ ചാർജ് നിരക്കുകൾ ഉടൻ പ്രാബല്യത്തിൽ വരും. വൈദ്യുതി വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൗകര്യ വികസന ചെലവുകൾ പരിഗണിച്ചുമാണ് ഈ പരിഷ്കാരമെന്ന് KSEB വ്യക്തമാക്കുന്നു. പുതിയ കെട്ടിടങ്ങൾ, വീടുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് വൈദ്യുതി കണക്ഷൻ എടുക്കുന്നവർക്ക് ഈ മാറ്റം നേരിട്ട് ബാധകമാകും. കണക്റ്റഡ് ലോഡ് ഉയരുന്നതിനനുസരിച്ച് കണക്ഷൻ ഫീസും വർദ്ധിക്കുന്ന രീതിയിലാണ് പുതിയ സംവിധാനം. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ആവശ്യമായ ലോഡും അതിനനുസരിച്ചുള്ള ചാർജുകളും പരിശോധിക്കാൻ ഉപഭോക്താക്കൾക്ക് KSEBയുടെ ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കാമെന്നും അധികൃതർ അറിയിച്ചു. ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. അടുത്ത മാസം 3-നകം പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. 51,11,908 പേരാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത്. ദേശീയ സമൂഹ സഹായ പദ്ധതി പ്രകാരം 8,46,456 പേർക്കും പെൻഷനുണ്ട്. അതേസമയം പെൻഷൻ കമ്പനിക്ക് വായ്പയ്ക്കായി മുൻ സർക്കാർ രൂപീകരിച്ച പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം സഹകരണ വകുപ്പ് കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടിരുന്നു. പെൻഷൻ മുടങ്ങാതിരിക്കാൻ 9% പലിശയിൽ 3,000 കോടി സമാഹരിക്കലായിരുന്നു ലക്ഷ്യം. സർക്കാരിൽ നിന്നും തുക തിരികെ കിട്ടാൻ കാലതാമസമെന്ന സംഘങ്ങളുടെ പരാതിപ്പെടുകയും പുതിയ കൺസോർഷ്യത്തിനുള്ള സാധ്യത സർക്കാർ തേടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സഹകരണ വകുപ്പ് നടപടി. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.